ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഞങ്ങളുടെ യാത്ര തൃപ്പൂണിത്തുറയിലുള്ള ഹിൽ പാലസിലേക്കാണ്. ഏകദേശം 54 ഏക്കറിലായിട്ട് പരന്നു കിടക്കുന്ന കേരളത്തിൻ്റെ തനത് വാസ്തുശില്പകല കരവിരുതും ഒപ്പം പാശ്ചാത്യ ഭംഗിയും പ്രകടമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കൊട്ടാരങ്ങളിലൊന്നാണിത്. കൊച്ചി രാജവംശത്തിൻ്റെ പ്രധാന ഭരണകേന്ദ്രമായിരുന്നു ഇത്. 1856 ഇത് പണി കഴിപ്പിച്ചത്. അപ്പോൾ ചെരുപ്പ് ഊരിയിട്ടിട്ട് വേണം അകത്തോട്ട് പോകാൻ. ചെരുപ്പ് ഊരിയിട്ടിട്ട് ഞാൻ തിരിച്ചു പോവുകയാണ്. രാവിലെ 10 മണി തൊട്ട് 9 മണി തൊട്ട് 12:30 വരെ. അത് കഴിഞ്ഞ് പിന്നെ 2 മണിക്ക് അത് ഓപ്പൺ ആകത്തുള്ളൂ. ഈ ഇടയ്ക്ക് സമയം, ലഞ്ച് ബ്രേക്ക് സമയം അവർ ക്ലോസ് ചെയ്യും. അപ്പോൾ ഇത് 1856 അന്നത്തെ കൊച്ചി രാജാവ് പണി കഴിപ്പിച്ചതാണ്. അത് പുള്ളിയുടെ സ്വന്തം സമ്പാദ്യം ഉപയോഗിച്ച് പണി കഴിപ്പിച്ചെന്നാണ് പറയുന്നത്. ഓക്കെ, എനിവേ അത് ശരിയാണ്. ഈ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന തടികൾ എന്തായാലും നല്ല തടികളാണ്. തേക്കാണോ ഈട്ടിയാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും നല്ല ലൈഫുള്ളതാണ്. ഈ തറകൾ നിങ്ങൾ എവിടെയെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത് നമ്മുടെ മണിച്ചിത്രത്താഴ് ഷൂട്ട് ചെയ്തതും ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തത് ഈ കൊട്ടാരത്തിൽ വെച്ചാണ്. ഇതതിൻ്റെ പൂമുഖം അല്ലെങ്കിൽ മേളത്തെ ഭാഗമുണ്ടല്ലോ, നമ്മുടെ സിറ്റ് ഔട്ട് എന്നൊക്കെ പറയാവുന്നത്, ആ ഭാഗത്ത് നിൽക്കുമ്പോൾ കാണുന്ന വ്യൂ ആണ് ആദ്യം കണ്ടത്. തിരിച്ച് വീണ്ടും അതിനകത്തോട്ട് കയറും നമ്മൾ. പിന്നെ ഒരുപാട് കാണാനുണ്ട്. ഇത് മേളിലോട്ട് കയറി വന്ന വഴിയാണ്. ഇടതും വലതും ഇതേപോലെ വഴികളുണ്ട്. നേരെ കയറി ചെല്ലുമ്പോൾ ആദ്യം രാജാവിൻ്റെ മന്ത്രിസഭ കൂടുന്ന സ്ഥലമാണ് ആദ്യം കാണുന്നത്. അവിടെയായിരുന്നു മന്ത്രിസഭ കൂടിക്കൊണ്ടിരുന്നത്. ഇത് കേരള സർക്കാരിൻ്റെ ഒരു ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട്. എന്നാണ് ഉദ്ഘാടനം, ഇത് പബ്ലിക്കിന് ഓപ്പൺ ചെയ്തത്, ആരാണ് ഓപ്പൺ ചെയ്തത്. അപ്പോൾ ഇതിൽ തറകളൊക്കെ മിക്കവാറും എല്ലാ തറകളും ഈ ടൈൽസ് വെറൈറ്റി ആയിട്ട് ടൈൽസ് അന്നത്തെ കാലത്ത് ഇറക്കുമതി എന്ന് പറഞ്ഞാൽ ഇറ്റലിയിൽ നിന്നോ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇറക്കുമതി ചെയ്ത് പണി കഴിപ്പിച്ചിട്ടുള്ള ടൈൽസുള്ള നല്ല തണുപ്പ് അതിനകത്ത് നിൽക്കാനായിട്ട്. പ്രത്യേകിച്ച് തടിയും ആവശ്യത്തിന് വെൻറ്റിലേഷനും ഈ തറയും എല്ലാം കൂടെ ആകുമ്പോൾ നല്ല ഫാനൊന്നും വേണ്ട, നല്ല അത്യാവശ്യം ചൂട് കുറവുണ്ട്. പിന്നെ ഈ രാജാവ് അവിടുത്തെ കൊച്ചി രാജാവായിരുന്നെന്ന് തോന്നുന്നു, എനിക്ക് പിടികിട്ടിയില്ല. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഫുള്ളൊന്നും വായിക്കാൻ പറ്റിയില്ല. എന്തായാലും ഈ ആർട്ട്, ഈ പിക്ചർ കൈകൊണ്ട് വരച്ചതാണ്. ഇത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും. കാരണം പെയിൻറ്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ എന്താ പറയുക, ഒരു 3D പോലെ നല്ല സ്റ്റൈലായിട്ട് അത് വരച്ച് വെച്ചിരിക്കുന്നത്. ഓയിൽ പെയിൻറ്റിങ് ആണെന്ന് തോന്നുന്നു. തലയിലെ തൊപ്പിയുടെ ഭാഗമൊക്കെ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും. ഇത് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് കയറി കാണാനുണ്ട്. സത്യത്തിൽ നമ്മൾ ഒരുപാട് സമയമെടുത്ത് ഓരോന്നും നോക്കി വായിച്ച് പോകണം. മരുമക്കത്തായ സമ്പ്രദായമായിരുന്നു കൊച്ചി രാജവംശത്തിൽ നിലനിന്നാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. എന്തായാലും നമ്മൾ ഈ കൊട്ടാരം ഒരിക്കലെങ്കിലും കാണാത്ത ഒരു മലയാളി ഉണ്ടാവില്ല. കാരണം ഇത് ഈ കിരീടം ഡച്ചുകാർ രാജാവിന് കൊടുത്തത്. അതുകൊണ്ട് 1.25 കിലോ ഗോൾഡും 80 മാണിക്യം, അതിൽ കൂടുതൽ മരതകം, പിന്നെ ഏതോ വജ്രം ഒക്കെ ഫിറ്റ് ചെയ്ത ഒരു തലപ്പാവാണ് ആദ്യം കാണിച്ചത്. ഇപ്പോൾ കാണിച്ചത് ഈ രാജാവിൻ്റെ തലയിരിക്കുന്നതല്ല, ഇപ്പോൾ നമ്മൾ ആദ്യം കാണിച്ചത്. അത് അവിടുത്തെ സ്ട്രോങ് റൂമിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഗോൾഡും മറ്റുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത് സ്ട്രോങ് റൂമിലാണ്. ഇതതിൻ്റെ പടം മാത്രമാണ് വെളി വെച്ചിരിക്കുന്നത്. ഇതെല്ലാം കൊച്ചിയിലെ രാജാക്കന്മാരാണ്. പല ഭാഗങ്ങളിലും ഞാൻ ഇത് പരമാവധി വീഡിയോ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആളുകളുടെ വിസിറ്റേഴ്സിൻ്റെ മുഖം വരാത്ത രീതിയിലും പരമാവധി ഞാൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ ആരുടെയെങ്കിലും മുഖം അറിയാതെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് പരാതിയുള്ള പക്ഷം നമുക്കത് ആ ഭാഗം ഒഴിവാക്കാവുന്നതാണ്. ഇത് ഈട്ടിത്തടിയിൽ നിന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഈട്ടിത്തടിയിൽ തീർത്ത ഒരു ആനയുടെ അർദ്ധകായ ആന എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തമില്ല, മെയിൻ ഫ്രണ്ട് മാത്രം ഈട്ടിത്തടിയിൽ പണി കഴിപ്പിച്ചതാണ്. ഭയങ്കര ഒരു സൈസാണ് കേട്ടോ. നമ്മൾ വെറുതെ കാണുന്ന പോലെ അല്ല, അത്യാവശ്യം നല്ല സൈസിൽ തന്നെയാണ്. അതും ഒറ്റ തടിയിലാണ് പണി കഴിപ്പിച്ചതെന്നാണ് എഴുതിയിരിക്കുന്നത്. സിംഗിൾ തടി. കൊമ്പ്, ആനയുടെ തലയിലിരിക്കുന്ന കൊമ്പ് ഒറിജിനൽ കൊമ്പാണ്. ഒറിജിനൽ ആനയുടെ കൊമ്പ് തന്നെയാണ് ഈ തടിയിൽ വെച്ചിരിക്കുന്നത്, ആ ശില്പത്തിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് പഴയ രാജ്യത്തിൻ്റെ തലമുറയിൽപ്പെട്ട ആൾക്കാരെയാണ്. സമയം കിട്ടുവാണെങ്കിൽ നിങ്ങൾ നിർത്തി വായിച്ച് നോക്കുക. കാരണം വീഡിയോ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് നേരം നിർത്തി എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്കും ബോറടിക്കും. അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് പോസ് ചെയ്ത് വായിക്കാവുന്നതാണ്. പിന്നെ ഓരോ അവരുടെ പരദേവതകളും അമ്പലങ്ങളെ പറ്റിയൊക്കെ വിശദമായ കുറിപ്പുകളൊക്കെ ഉണ്ട്. എങ്കിലും നമ്മൾ ഒരു ദിവസം ഈ കൊട്ടാരം കാണാൻ പോവുകയാണെങ്കിൽ സമയമെടുത്ത് രാവിലെ തന്നെ എത്തുക. വണ്ടി പാർക്ക് ചെയ്യുന്നതിന് പൈസയുണ്ട്, 20 രൂപയാണെന്ന് എനിക്ക് ഓർമ്മ. മൊബൈലിൽ എടുത്ത് ഉപയോഗിക്കുന്നതിന് പൈസയുണ്ട്, അതിന് 10 രൂപയാണെന്ന് എൻ്റെ ഓർമ്മ. പിന്നെ നമുക്ക് എൻട്രി ഫീസും ഉണ്ട്. അപ്പം എല്ലാ ഫീസും എടുത്തിട്ട് അതിനകത്ത് കയറുക. വണ്ടി പാർക്ക് ചെയ്യാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. വണ്ടി വേണമെങ്കിൽ മുകളിൽ അറ്റത്ത് കൊണ്ടുപോയി പാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ താഴെ ഇട്ടിട്ട് പോകാം. ഞാൻ താഴെ ഏകദേശം മധ്യഭാഗത്ത് ഇട്ടിട്ടാണ് പോയത്. കാരണം കുറച്ച് നേരം പടി കയറി പോയി, ബാക്കി പടി കുറച്ച് ഇറങ്ങിയും വരണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് പോയത്. പിന്നെ ഫോട്ടോസൊക്കെ എടുക്കണം.
പിന്നെ ഇതിലെ ചില വീഡിയോസൊക്കെ റിപ്പീറ്റഡായിട്ട് ഒരുപക്ഷെ വന്നേക്കാം, കാരണം 2 മൊബൈലിലായിട്ടാണ് റെക്കോർഡ് ചെയ്തത്. അപ്പോൾ വീഡിയോസ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ചിലപ്പോൾ മിക്സ് ആയിട്ടുണ്ടാവാം. അത് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ക്ഷമിക്കുക. എന്തായാലും ഈ കൊട്ടാരം നമ്മൾ ഒരു ദിവസം സമയമെടുത്ത് കണ്ട് സമാധാനമായിട്ട് അതിൻ്റെ ചരിത്രവും എല്ലാം അവിടെ എഴുതി വച്ചിട്ടുണ്ട്. അത് വായിച്ച് കാണാൻ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഒരു ദിവസം അതിനുവേണ്ടി മാത്രം മാറ്റി വയ്ക്കുക. കേരളത്തിലെ ആദ്യത്തെ പൈതൃക മ്യൂസിയമാണ് ഈ എറണാകുളം ജില്ലയിലാണിത്, തൃപ്പൂണിത്തറയ്ക്കടുത്തുള്ള ഹിൽ പാലസ്. ഏകദേശം എയർപോർട്ട് സീപോർട്ട് റോഡിലൂടെ 12 കിലോമീറ്റർ ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഈ പുരാവസ്തു ശേഖരങ്ങൾ കൂടാതെ കൊട്ടാരത്തിൽ വലിയ ഒരു കുളവും, ലെഫ്റ്റ് സൈഡിൽ ഒരു കുളമുണ്ട്. അതുപോലെ തന്നെ വിശാലമായിട്ടൊരു പാർക്കുണ്ട്, കുട്ടികൾക്കുള്ള കളിസ്ഥലമുണ്ട്. പക്ഷേ അതൊക്കെ ചിലതൊക്കെ അടച്ചിട്ടേക്കുവാണ്. എങ്കിലും ഒരു ദിവസം വരുന്ന വിസിറ്റേഴ്സിന് അത്യാവശ്യം ഒരു ദിവസം ചിലവഴിക്കാനുള്ള എല്ലാ സാധ്യതകളും സൗകര്യങ്ങളും അവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും, പക്ഷേ ഞാൻ ഇവിടുത്തെ സീലിംഗ് ശ്രദ്ധിച്ചു. സീലിങ്ങിലൊന്നും അധികം വർക്കുകളില്ല, പക്ഷേ അല്ലാതെ കൊട്ടാരം നല്ല സ്റ്റൈലായിട്ടാണ് പണിതിരിക്കുന്നത് അന്നത്തെ കാലത്ത്. എന്തായാലും അന്നത്തെ കാലത്ത് ഇത്രയും വലിയൊരു കൊട്ടാരം, ഇത്രയും മലമുകളിൽ ഇത്രയും സാധനങ്ങൾ, മെറ്റീരിയൽസ് എല്ലാം കയറ്റി പണിയുവാനായിട്ട് നല്ലൊരു തുക അന്നത്തെ കാലത്ത് ചിലവായിട്ടുണ്ടാകാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഉണ്ടാകാം. പിന്നെ ഈ രാജകുടുംബത്തിൻ്റെ ഓരോ എന്താ പറയുക, മോഡേണൈസേഷൻ നമുക്ക് ഓരോ മുറികളിലും കയറി വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. പണ്ടത്തെ രാജാക്കന്മാർ എങ്ങനെയായിരുന്നു, പിന്നീട് എങ്ങനെയാണ് അവർ മാറി മാറി വന്നത് എന്നുള്ളത് നമുക്ക് ഈ കംപ്ലീറ്റ് എല്ലാം വായിക്കണം. ഈ പടികൾ അല്ലെങ്കിൽ അവിടുത്തെ അതുപോലെ തന്നെ ഫ്ലോറുകൾ ഭയങ്കരമായിട്ട്, ഈ ടൈൽസ് പലതരം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കിരീടം. ആ കിരീടം വാസ്കോഡഗാമയാണ് ഈ രാജാവിന് കൊണ്ടുകൊടുത്തത്. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കണം. പോർച്ചുഗീസുകാരിവിടെ വന്ന സമയത്ത് ആക്ച്വലി ഡച്ചുകാർ കൊടുത്തെന്നാണ് എഴുതിയിരിക്കുന്നത്. ഡച്ചുകാർ കൊടുത്ത ഒരു കിരീടമാണത് രാജാവിന്. ഒരുപാട് മാണിക്യവും 80 എൻ്റെ ഓർമ്മ കേട്ടോ. 1.25 കിലോ ഗോൾഡ് ഉള്ള ഒരു കിരീടം. എന്തുകൊണ്ടോ ഡച്ചുകാർ പിന്നീട് യുദ്ധത്തിൽ രാജാവിനെ തോൽപ്പിച്ചപ്പോഴും വിട്ടുപോയത് വല്ലതും ആയിരിക്കും, അല്ലെ അവന്മാർ അടിച്ചുകൊണ്ട് പോകേണ്ടതാണ്. അങ്ങനെ ഒന്നും അടിച്ചുകൊണ്ട് പോകാതിരിക്കുന്ന ടീമുകളല്ല അവന്മാർ. ഇവിടുത്തെ രാജാക്കന്മാരുടെ പഴയ തിരുവിതാംകൂറിലാണ് നമ്മുടെ അമ്പലത്തിൽ സൂക്ഷിച്ച് വെച്ചു. പക്ഷേ ഇവിടെ എന്തായാലും അവന്മാരെ കണ്ണിൽപ്പെടാതെ രക്ഷപ്പെട്ടതുകൊണ്ട് നമുക്കിപ്പോഴും അതൊക്കെ കാണാനുള്ള സൗകര്യങ്ങളുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു മുതൽക്കൂട്ടാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ സ്വത്താണ് ഇതുപോലുള്ള പൈതൃക മ്യൂസിയങ്ങളൊക്കെ. വരും തലമുറകൾക്ക് നമ്മുടെ ചരിത്രം എന്തായിരുന്നുവെന്നും നമ്മളെങ്ങനെയാണ് ജീവിച്ചിരുന്നതെന്നും പറഞ്ഞു കൊടുക്കാനും കാണിച്ചു കൊടുക്കാനുമുള്ള ഓരോ ഉദാഹരണങ്ങളാണ്, ജീവിക്കുന്ന ഉദാഹരണങ്ങളാണ് ഇതൊക്കെ. താഴെട്ടിറങ്ങിപ്പോവാണ് ഇനി. അങ്ങനെ മൊത്തം 2 മണിയാകുമ്പോഴത്തേക്ക് ഏകദേശം അവർ ക്ലോസ് ചെയ്തു. അപ്പോൾ കയറിയവരെ മാത്രം ഒരു സൈഡിൽ കൂടെ ഇറക്കി അങ്ങ് വിട്ടു. ഇടയ്ക്ക് വെച്ചിട്ട് അവർ അടച്ചു കളഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നേരത്തെ പോയാൽ മാത്രമേ മുഴുവനും കാണാൻ സാധിക്കുകയുള്ളൂ. ഇത് അതിനോടടുത്തുള്ള ഒരു ചെറിയ കെട്ടിടത്തിലെ പിന്നെ ശിലാ മ്യൂസിയമാണ്. അവിടുത്തെ പരദേവതകളോ അല്ലെങ്കിൽ അമ്പലത്തിലെ പ്രതിഷ്ഠകളോ ഒക്കെ ആയിരിക്കാം, എനിക്കറിയില്ല. ഞാൻ മൊത്തം വായിച്ച് നോക്കിയില്ല. ഇത് കൊട്ടാരത്തിനുള്ളിലെ ദൃശ്യങ്ങളാണ്. ഇപ്പോൾ മിക്സപ്പ് ആയിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും തൃപ്പൂണിത്തറ ഹിൽ പാലസ് മ്യൂസിയം വിസിറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം. ബാക്കി നിങ്ങൾ വീഡിയോസ് കണ്ട് നോക്കുക. ഓക്കെ, ശരി. പണ്ടത്തെ റൂട്ട് മാപ്പാണ്, വേൾഡിൻ്റെ റൂട്ട് മാപ്പാണ് ഈ വരച്ച് വെച്ചിരിക്കുന്നത്. ഇത് പിന്നീട് ഉണ്ടാക്കിയാണോ എന്നറിയത്തില്ല. അതുപോലെ തന്നെ പല ക്ഷേത്രങ്ങളുടെയും മാതൃകകൾ ഈ കൊട്ടാരത്തിനുള്ളിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ടോ ഈ ഫ്ലോറൊക്കെ സ്റ്റൈലും ഫ്ലോറാണ്, നോക്കി മാർബിൾ. ഇത് ഇപ്പോഴത്തെ ഒന്നും അല്ല കേട്ടോ, പണ്ടത്തെയാണ്. ഇത് എന്തായാലും എല്ലാവർക്കും ഓർമ്മയുള്ള ഒരു ടൈൽസാണ്. മൺചിത്രത്താഴിൽ അത് പ്രത്യേകം കാണിക്കുന്നുണ്ട്, ഇതിൻ്റെ കോറിഡോറൊക്കെ. അപ്പം ഒരിക്കലെങ്കിലും അത് കാണാത്ത മലയാളികൾ ഉണ്ടാവില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം.